ശ്രീനന്ദ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ്. അപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളായിരുന്നു, ബാക്കി കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആണെങ്കിലും എവിടെ തുടങ്ങിയാലും ഈ വീഡിയോസാണ് വന്ന് കിടക്കുന്നത്. ഇതിപ്പം കഴിഞ്ഞ ഈ ഏപ്രിൽ അങ്ങാണ്ട് അവരുടെ കാർ കണ്ടെടുത്തതിൻ്റെ കണ്ട ഈ വീഡിയോ ആണ് മൊത്തം റെക്കമെൻഡേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് പോകുന്നതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പം കുട്ടിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ മാമൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമൻ വന്ന് പറഞ്ഞത് എന്താണ്, ബോഡി വീണ കിടന്ന സ്ഥലത്ത് പേരൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കാണട്ടതല്ലേ. അപ്പം ഈ ഒരു മരണത്തിന് എന്തൊക്കെയോ ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പുള്ളി ഇപ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ആദ്യം പറഞ്ഞ ലൊക്കേഷൻ ഇതല്ലായിരുന്നു, അപ്പുറത്താണ് കിടക്കുന്നത്, ആ സ്ഥലത്താണ് അവരുള്ളത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പുള്ളി പറയുന്നത്. എനിക്ക് അപ്പൊ അവിടെ വരാൻ ഒരു സാധ്യതയില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ആരെയും കാണാതെ അങ്ങോട്ട് പോകാനും പറ്റില്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഓടി കണ്ട ഭാഗത്തേക്ക് കുട്ടി പോയിട്ടുണ്ട്. അവിടെ ഒരു തവണ കുട്ടി അവിടെ ഈ ബാരിക്കേഷന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കയറ്റി. എന്നിട്ട് കുട്ടി അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളറിയാതെ ഞങ്ങളാരും ഇല്ലാത്ത സമയത്ത് വേണ്ടി കുട്ടി അങ്ങോട്ട് പോയിട്ടില്ല. ആ ചെറിയൊരു സമയത്തുള്ള തന്നെ എന്തായാലും സംഭവിച്ചത്. അങ്ങനെ വീട് പോയതായിരിക്കാന്നാണ് പ്രതി വിചാരിക്കുന്നത്. ഇനി പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ. അത് അബദ്ധത്തിൽ ഒരു തവണ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് മറുവശത്തേക്ക് പോയിരുന്നു അല്ലേ? ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അതെ അതെ, പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ബാരിക്കേഡ് കടന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടോ കൊച്ചെന്നുള്ള രീതിയിലാണ്. ഈ വാണിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം, ഡേഞ്ചറാന്നൊക്കെ കിടക്കുന്ന സ്ഥലത്തോട്ടൊന്നും പോവരുത് ആരായാലും ശരി. ഇത് ഞാൻ ഇതിനകത്ത് കൂടുതലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പേരൻസിനെയാണ്. കാരണം അവരുടെ അന്നേരത്തെ നേരത്ത് നമ്മൾ അവരുടെ വീഡിയോസൊക്കെ കണ്ടാണ് ഈ അതായത് കൊച്ചിനെ മിസ്സായപ്പോൾ തൊട്ട് അവിടെ കിടന്ന് കരയുന്നതും അതും ഇതുമൊക്കെ. പിന്നെ ഒരുപാട് കമൻറ്റ് ബോക്സിലാണെങ്കിൽ പോയി ഈ തന്തയും തള്ളയും കൂടെ ആൾക്കാർ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ഇവർ നോക്കാത്തതിൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, കാരണം അന്നേരത്തെ നമ്മൾ കാണുന്ന വീഡിയോസ് ആണെങ്കിലും ഇവരുടെ സംസാരമാണെങ്കിലും ശരി, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു പോകും. പിന്നെ അതുപോലത്തെ മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളുമായിരുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ മക്കളെ ഊരാക്കുടുക്കിലോട്ട് വല്ലതും പിടിച്ചിടുവോ? ഇല്ല. ഇതില്ല. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടിയെ വഴക്ക് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. 15 വയസ്സായ കുട്ടിയാണ്, ഞങ്ങൾ അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കൂടുതലുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ മനസ്സിലുണ്ടായിരിക്കാം. അവളെന്തിനും പിണങ്ങി മാറി ഇരിക്കുകയായിരുന്നു. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കന്നഡയിൽ വന്നൊരു ന്യൂസ് ഉണ്ട്, അതും കൂടെ വെച്ചുതരാം. ಇದಕ್ಕೆ ಈಕೆ ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಂಡ ಅನ್ನುವಂಥದ್ದು ಕೂಡ ಒಂದು ಅನುಮಾನ. ಯಾಕಂದ್ರೆ ಸೆಲ್ಫಿ ತೆಗೆದುಕೊಳ್ತಾ ಇದ್ದಾಗ ಶ್ರೀನಂದಾಗೆ ಏನೋ ತಂದೆ ಬೈದ್ರಂತೆ, ಯಾವುದೋ ಒಂದು ವಿಚಾರಕ್ಕೆ ಏನೋ ಒಂದ್ ಸ್ವಲ್ಪ ಗದರಿದ್ದಾರೆ. ಮೊಬೈಲ್ ಕೊಡು ಅಂತ ಹೇಳಿ ಮಗಳಿಗೆ ಗದರಿದ್ರಂತೆ ತಂದೆ. ಸೊ ಹೀಗಾಗಿ ಮಾಣಿಕ್ಯಧಾರ ಬಳಿ ಏನು ವಾರ್ ಮಾಡಿದ್ರು ಅಥವಾ ಗದರಿದ್ರು ತಂದೆ. ಸೊ ಹಾಗಾಗಿ ಆಕೆ ಈ ತರದ ಏನಾದ್ರು ಮಾಡ್ಕೊಂಡಿದ್ದಾಳ ಅನ್ನೋದ್ರ ಬಗ್ಗೆ ಕೂಡ ಅನುಮಾನಗಳಿವೆ. ಫಾಲ್ಸ್ಗೆ ತೆರಳಲ್ಲ, ನಾನು ಬರಲ್ಲ ಅಂತ ಹೇಳಿ ಆಗ್ಲೇ ಆಕೆ ಸಿಟ್ಟಲ್ಲಿ ಹೇಳಿದಂತೆ ತನ್ನ ತಾಯಿಗೆ, ನೀವು ಹೋಗಿ ಬನ್ನಿ, ನಾನು ಬರಲ್ಲ, ನಾನು ಇಲ್ಲೇ ಕೂತ್ಕೊಳ್ತೀನಿ, ತಗೊಳ್ಳಿ ನಿಮ್ಮ ಮೊಬೈಲು ಅಂತ ಹೇಳಿ ಕಳಿಸಿದ್ಲಂತೆ. ಸೊ ಹಾಗಾಗಿ ಬಹುಶಃ ಅದರಿಂದಾನೇ ಏನಾದ್ರು ಮನನೊಂದು ಆಕೆ ಆತ್ಮಹತ್ಯೆಗೆ ಶರಣಾದ್ಲ ಅನ್ನೋದ್ರ ಬಗ್ಗೆ ಕೂಡ ಅನುಮಾನಗಳಿವೆ. ഓക്കെ, അപ്പം ഈ ഫോൺ ഇത് അച്ഛൻ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊച്ചു മേളിൽ ഇരിക്കുന്ന സമയത്ത് അവർ താഴെ പോയി വാട്ടർഫാളും ഒക്കെ കണ്ടിട്ടാണ് വരികയൊക്കെ ചെയ്തത്. അത് അവിടെയുള്ള ലോക്കൽസ് അത് കണ്ടിട്ട് ഇവിടുത്തെ കർണാടക ന്യൂസിലെല്ലാം അതായിരുന്നു മെനഞ്ഞാന്ന് മൊത്തം ചർച്ചകളും കാര്യങ്ങളൊക്കെ. അവിടുത്തെ ലോക്കൽസാണ് അവിടുത്തെ മീഡിയയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ നമ്മുടെ മലയാളം ന്യൂസിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അവിടുത്തെ ന്യൂസിൽ അവരെല്ലാം കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽസിനോട് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊച്ചിനെ വഴക്ക് പറഞ്ഞത് അതിന് ശരിക്കും ഇതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് മാത്രമല്ല, അച്ഛൻ സംസാരിക്കുന്ന വേറൊരു വീഡിയോ ക്ലിപ്പുണ്ട്. ഇന്നലെ ഇവിടെ വന്ന ശേഷം ഞങ്ങളെല്ലാവരും അവിടെ പോയി, സൈറ്റിൽ പോയി, ലൊക്കേഷൻ പോയി, അവിടെ എല്ലാം കണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരാനായപ്പോഴേക്കും ഒരു 5:20 കുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി. ആ ഫോട്ടോ എടുത്ത ശേഷം പിന്നെ അപ്പം ഞാൻ താഴെ വാട്ടർഫാളിൻ്റെ അവിടെ ആയിരുന്നു. വാട്ടർഫാളിൻ്റെ അവിടുത്തെ ഞാൻ 5:25 ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തി. അവിടെ നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ബാക്കി എല്ലാവരും പോയപ്പോൾ അവരുടെ കുട്ടിയും പോയെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ മോള് കയറി വന്ന് നോക്കുമ്പോഴാണ് ഇവര് വരുന്ന കുട്ടിയെ കാണാനില്ലാതെ കഴിയുന്നത്. പിന്നെ ഞങ്ങൾ ഇന്നലെ മുഴുവൻ എല്ലായിടത്തും തെരഞ്ഞു, കണ്ടില്ല. പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ കാണാൻ തെരഞ്ഞു നോക്കി, പക്ഷേ ഇതുവരെയ്ക്കും ഒന്നും. ഇത് കർണാടക ന്യൂസിൽ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട് കർണാടക ന്യൂസിൽ ഇത് വന്നിട്ട്. ഇത് അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റ് കാര്യമാണ്. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ട്, എന്താ വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചിനെ വഴക്കൊക്കെ പറയുന്നത്. വഴക്ക് പറയുന്നതിൻ്റെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ താഴെ പോയി വാട്ടർഫാളിൽ പോയി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കാണ് കൊച്ചിനെ മിസ്സാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ന്യൂസിൽ വന്ന കാര്യങ്ങൾ കറക്റ്റായിരുന്നു. പക്ഷെ നമ്മുടെ ന്യൂസിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഒരു വീഡിയോ വെച്ച് അച്ഛൻ പറയുന്ന വേറൊരു വീഡിയോ ഉണ്ടേ. മണിക്കനാല വെള്ളച്ചാട്ടം സന്ദർശിച്ചതിന് ശേഷം ശ്രീനന്ദയും കുടുംബവും എത്തിയത് തൊട്ട് പുറകിലുള്ള ആ വ്യൂ പോയിന്റിന് സമീപമാണ്. ആ വ്യൂ പോയിന്റിന് സമീപം ആ പോലീസുകാരിരിക്കുന്ന പാറയുടെ മുകളിൽ നിന്നാണ് ശ്രീനന്ദ ആദ്യം ഫോട്ടോ എടുത്തത്. ഞാനാണ് മോളുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തത്.
എന്നിട്ട് മോൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി, അവിടെ നിൽക്കേണ്ട ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറക്കി. ഞാൻ എടുത്തിട്ടുണ്ട്, എന്റെ വൈഫ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ശ്രീനന്ദനെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് അവള് ഇവിടെ വന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കർണാടകയിലൊക്കെ നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. ഈ വ്യൂ പോയിന്റിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുവാണെങ്കിൽ നമുക്ക് ബാലൻസ് തെറ്റും, നല്ല രീതിയിൽ ബാലൻസ് തെറ്റും. ഒന്നാമത് തന്നെ അറിയാം, ഇവർ ആ മൂലയ്ക്കൊക്കെ പോയി നിൽക്കുവാണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വയനാട്ടിലൊരു സ്ഥലത്ത് പോയി നിന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് പാളിച്ച പറ്റിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്ത് 2 പേരുണ്ടായിരുന്നു, ഫ്രണ്ട്സ്. അവർ കൂളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നല്ല ശീലമുണ്ട്. പക്ഷേ എനിക്കത് പിടിച്ചാൽ കിട്ടില്ല, എനിക്കങ്ങ് തല കറങ്ങി. ചില ആൾക്കാർക്ക് അത് പറ്റത്തില്ലായിരിക്കും. ഒന്നെങ്കിൽ ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അറിയാലോ, ഈ 5 മണിയൊക്കെ സമയമാകുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങോട്ട് തിരിച്ച് വരാൻ നേരത്ത് വല്ലതും സ്ലിപ്പായി വല്ലതും സംഭവിച്ചായിരിക്കാം. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നിട്ട് 5:20 ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. അതായത് ശ്രീനന്ദ തനിച്ചിത്തിരി മാറിയിരിക്കുന്നു, അപ്പൊ മറ്റു കുടുംബം ഇരിക്കുന്നു. ആ ഒരു ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ എടുത്തത്. അതായത് ഏകദേശം 3 പേര് ഒരു സ്റ്റെപ്പില്, ശ്രീനന്ദ പച്ച താഴെ സ്റ്റെപ്പില്, അങ്ങനെയാണ് ഇരുന്നത്. അങ്ങനെ ഉള്ളതിലാണ് വീട് കറക്റ്റ്. അതിന്റെ എല്ലാ അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ശേഷം മുകളിലേക്ക് പോയി എന്നതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ വിഷ്വൽസ്, ഞങ്ങളുടെ മൈൻഡിലാണ്. പുറകിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. പുറകിൽ ഞാൻ ശ്രീനന്ദ പുറകിലാണ്, ഞാന് വൈഫ്. പിന്നെ അതിന് കുറച്ചും കൂടെ ഗ്യാപ്പിട്ടിട്ടാണ് എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പടികൾ കയറി പോകണം. ഇനി അത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതുവരെയും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഇവര് ഇരിക്കുന്നുണ്ട്, ബെഗേഴ്സ് ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ 4-5 ബെഗേഴ്സ് അതുവരെയും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് വൈകുന്നേര സമയങ്ങളിൽ 5:20 ഇവർക്ക് ഇവിടുന്ന് താഴേക്ക് കുടിക്കണമെങ്കിൽ ഈ ഇത്രയും സ്ട്രോങ് ബാരിക്കേഡ് ഇത് അടിയിൽ കൂടെ ഉള്ളിൽ കടന്ന് എന്നിട്ട് അറൌണ്ട് 3-4 ഫീറ്റ് ഉണ്ട്. ഏകദേശം 50 മീറ്റർ അധികം ദൂരമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഇവിടെ താഴേക്ക് പോയി നമുക്ക് അനുമാനിക്കാനാണെങ്കിൽ ആകെ എത്ര സ്ഥലമുള്ളൂ അല്ലെ? ഇവിടുന്ന് ഇത് കടന്ന് ഇത് ചാടണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ട്, എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ആൾക്കാർ നേരം വിളിച്ച് നോക്കിയിട്ടല്ലേ പോണത്. അപ്പൊ എന്തെങ്കിലും സംഭവിക്കില്ലേ, അറിയണ്ടേ? ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ ഒരു സ്വഭാവമുണ്ട്. ഈ വീട്ടുകാരുമായിട്ട് ദേഷിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും പെട്ടാൽ പോകണമെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കത്തുള്ളൂ. കാരണം ഞാൻ കടന്ന് അലറിയാല ഇവർ കേൾക്കുമ്പോൾ എൻ്റെ വില പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അതുപോലാണ് ഈ പെൺപിള്ളേർക്ക്. പറഞ്ഞു മനസ്സിലായി. സ്ലിപ്പായ സമയത്ത് അവിടെ അലർച്ചയോ കാര്യങ്ങളോ ഒന്നും കേട്ടില്ലെന്നും പറയുന്നുണ്ട്. പല ഡൗട്ടുകളുണ്ട്. പല ഡൗട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലും. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരികളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവർ ഈ സൗണ്ട് കേട്ടില്ലേ? ഞാൻ അതും ചിന്തിച്ചിട്ടുണ്ട്. അവർ ഈ സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ തെറി പറയും. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. അത് ഏത് രീതിയിൽ സംഭവിക്കാം എന്നുള്ള രീതിയിലൊക്കെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്ത് സത്യം വിളിച്ചു പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പം നിതിൻ്റെ കേസ് കേട്ടിലാണെങ്കിൽ പോലും ആ നിതിൻ എന്ന് പറയുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ പറഞ്ഞ ജാതി മതത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ പയ്യൻ ചെയ്തു പോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ കറക്റ്റ് വിവരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാളും വിശ്വസിക്കുന്നില്ല. അവരെന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണം സത്യം പറയുന്നവനെന്നും കുറ്റക്കാരായിരിക്കും. അതുകൊണ്ട് പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം കണ്ണടച്ചൊക്കെ നിൽക്കുക. പിന്നെ ആ കൂട്ടുകാരി സംസാരിക്കുന്നത് ഞാനൊന്ന് വെച്ച് തരാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. 1600 അടി താഴെ നിന്നാണ് ഈ കൊച്ചിൻ്റെ ബോഡിയും കാര്യങ്ങളും കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ പഴക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് 4 ദിവസത്തെ പഴക്കമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവളെ ആ കൊച്ച് താഴോട്ട് വീഴുന്ന സമയത്ത് ഒന്നെങ്കിൽ എവിടെയെങ്കിലും കുരുങ്ങി നിന്ന് കാണാം, അല്ലെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാണെങ്കിൽ പോലും എന്തായാലും മലയാണ്, ഒരഞ്ഞ് അവിടെ ഇവിടെ ഇടിച്ച് ഇടുന്ന ചാൻസ് ഉള്ളൂ. ആ സമയത്തൊന്നും സംഭവിക്കുക. ചിലപ്പോൾ 1 ദിവസം കഴിഞ്ഞിട്ടാവാം, 1.5 ദിവസം കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ കുട്ടി മരണപ്പെട്ടത്. അവിടെ ഇവിടെ എല്ലാം ചതവുണ്ടായിരുന്നു. അപ്പോൾ ആ കൊക്ക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ഒരഞ്ഞ താഴോട്ട് വന്നെന്നുള്ള രീതിയിലാണ്. അപ്പം 1600 അടി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പോയിട്ടുണ്ട്. താഴെ എത്ര അടി ഉണ്ടെങ്കിൽ അത് മൊത്തം നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളൂ. ഈ 5 മണി സമയം 6 മണി സമയത്തൊക്കെ തപ്പാൻ ഇറങ്ങിയ അവന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇറങ്ങുമ്പോൾ മൊത്തം ഇറങ്ങണം. അല്ലാതെ അവിടെ ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇറങ്ങുകയും ചെയ്യരുത്. അവിടെ ഉള്ളവരങ്ങനെ നോക്കിയതുകൊണ്ടാണ് ഇത് ഇത്രയും ദിവസം എടുത്തത്. അവളൊരു പാറയുടെ മുകളിലിരിക്കണം. അതുവരെ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിൽ പോയി. അതുവരെ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇത് ഈ വെള്ളച്ചാട്ടത്തിനടുത്താണോ? അല്ല, അതിന് കുറച്ച് മുകളിലേക്ക്. വെള്ളച്ചാട്ടം കാണുമ്പോൾ മോളുടെ ഒപ്പം കുട്ടി ഉണ്ടായിരുന്നോ? ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ 2 വഴിയായിട്ട് തിരിയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ എങ്ങനെയായിരുന്നു? ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. തിരികെ കയറിപ്പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തു, സിംഗിൾ ഫോട്ടോ എടുത്തു. അതായത് തിരികെ വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, അപ്പൊ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് അവസാന ശ്രീനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി. അതായത് ഈ ശ്രീനന്ദയ്ക്കൊപ്പം ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മള് നോക്കി, അത് കൂടെ ഒക്കെ നോക്കി. അവിടെ നോക്കിയോ? മോളെ കാണാണ്ടേക്ക് നോക്കിയോ? അവിടെ ഒക്കെ നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോ മോളെ അടിയിലേക്ക് തന്നെ വന്നോ? എന്നിട്ട് അടിയിൽ കൂടെ ഒക്കെ നോക്കി, പക്ഷെ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവള്. മോളാണോ അറിയിച്ചത് കാണാനില്ല? അല്ല, ഞങ്ങളൊരു ഫോട്ടോ, ഞങ്ങൾ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി.
അപ്പോഴാണ് ഇവളെ അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കി കുറേ നേരം നോക്കി ഇവളെ കണ്ടില്ല. ഇവളാണ് മനസ്സിലായി ഇവളെ കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പം എല്ലാവരും കൂടി നോക്കുക ചെയ്ത്. ഈ വഴി പോലീസ് നയം മണം വിളിച്ചു പോയത് ടാക്സി ഒക്കെ പാർക്ക് ചെയ്യുന്ന രണ്ട് വഴി സ്ഥലത്തേക്ക് അങ്ങോട്ട് മോള് പോകുന്ന ഈ കുട്ടി പോകുന്ന അങ്ങനെ കണ്ടിരുന്നു? ഇല്ല ഇല്ല. നിങ്ങൾ ആരെങ്കിലും പിന്തുടരുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ അങ്ങനെ സംശയാസ്പദമായിട്ട് അറിയാലോ പെൺകുട്ടികളൊക്കെ ഉള്ള സമയത്ത് വേറെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല. ആര് ഫോളോ ചെയ്യണ പോലും തോന്നിയില്ല. നിങ്ങളെ കൂടാതെ ആ സമയത്ത് 5 പേരുണ്ടായിരുന്നല്ലേ പറയുന്നത് ടീം? അത് കൂടാതെ വേറെ ആരൊക്കെ മറ്റേ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടൂറിസ്റ്റുകളായിട്ട്? ആ ഉണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ മറ്റു പരിചയം? ഇല്ല, ഒരു ടീം മലയാളികളായിരുന്നു. ഇല്ല ഇല്ല. ശ്രീനന്ദ ഈ പാർക്കിങ്ങിന്റെ ആ ഭാഗത്തേക്ക് അല്ലെ താഴത്തേക്ക് പോവുകയായിരുന്നു അല്ലെ ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട്? അല്ല, അതെനിക്കറിയില്ല. അതായത് നിങ്ങൾ സെൽഫി എടുത്തു, അതിനുശേഷം മുകളിലേക്കും ആയിട്ട് പിരിഞ്ഞു, അതിനുശേഷം പിന്നെ കുട്ടി ശ്രീനന്ദയെ കണ്ടിട്ടില്ല? ഇല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴാണ് അവരെവിടെയാണെന്ന് ശ്രദ്ധിച്ചത് അല്ലേ? അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കണേ എവിടെയാണെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അത് ഈ മുകളില് പുൽമേടോ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോയിരുന്നോ? അതിന്റെ തൊട്ട് മുകളിൽ പുൽമേട് പോലെ കാണും? ഇല്ല, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. വ്യൂ പോയിന്റിലാണോ? വ്യൂ പോയിന്റിലാണ് അതിനുശേഷം മുകളിൽ കയറി പോയത്. അപ്പോൾ ഏകദേശം എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ഇതിനിടയിൽ? ടൈം ഒന്നും നോക്കിയിട്ടില്ല. കുറച്ച് സമയം. വേറെ അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുകയോ അങ്ങനെ പ്രത്യേക സ്വാഭാവികമായിട്ടൊന്നും അങ്ങനെ? ഈ ഡോഗ് വന്നിട്ടുണ്ടായിരുന്നു. ഡോഗ് പിറ്റേ ദിവസം അങ്ങോട്ട് വന്നെല്ലാം മണപ്പിച്ച് പോയപ്പോൾ ഒരു കടയുടെ അവിടെ ചെന്ന് നിൽപ്പുണ്ടായിരുന്നു. ആ കടയുടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോഗ് തിരിച്ചു പോകുന്നു. അതിൻ്റെ തൊട്ടടുത്താണ് ഈ പറയുന്ന വ്യൂ പോയിന്റ്. എന്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ അവർ അന്വേഷിച്ചില്ല എന്നുള്ളൊരു കാര്യം അത് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിൽക്കേണ്ട പോയിന്റുകളാണ്. അറിയാലോ, പിന്നെ ഈ പേരൻസിനൊരു സ്വഭാവമുണ്ട്. നമ്മൾ ഇപ്പം എന്താ പറയണ്ടേ, ഒരു 30 വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ അമ്മയുടെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴും അവർ ആ ഒരു സെൻസർ എടുക്കത്തില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും അവനൊരു കുഞ്ഞാണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരാരും ശ്രദ്ധിക്കാതെ പോയ കുറേ ഇതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ പോയിന്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ നോക്കിയപ്പോൾ പിന്നെ കാണുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ അവിടെ എല്ലാം നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ല. ജസ്റ്റ് അവിടെ അങ്ങോട്ട് പോയി ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങോട്ട് താഴെ ഈ 1600 അടി ഉണ്ടെങ്കിൽ അവർ 5 മണി 5:30 ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 40 പേര് എത്ര അടി ചെക്ക് ചെയ്ത് കാണുന്നു? ഇല്ല. അവരവിടെ ഈ പറയുന്ന 500 അടി എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി കാണുമായിരിക്കും. അത്രയും കാണത്തുള്ളായിരിക്കും. ഇപ്പം എത്ര അടി താഴോട്ടുണ്ടോ അവിടെ മൊത്തം ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അപ്പം ഒരു പക്ഷേ ഇച്ചിരി നേരത്തെ കുട്ടിയെ കിട്ടിയായിരുന്നെങ്കിലോ ഇച്ചിരി ജീവനെങ്കിലും ബാക്കി നിലനിന്നാണ്. കാരണം മരണം ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നെന്ന് തോന്നുന്നു. ഇത്ര മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. അതാണ് ഈ ബോഡിക്ക് അത്ര പഴക്കവും കാര്യങ്ങളും ഇല്ലാഞ്ഞാതെ പോയത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ? നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ എവിടെ നോക്കിയാലും ആ കാറിൻ്റെ റീല്, ഈ കൊച്ചിൻ്റെ റീലും മൊത്തം ഇതാണ് കിടക്കുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. പിന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യാതെ വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് പോയതാണ്. പിന്നെ ഇന്നലെ രാത്രി മൊത്തം ഇതിരുന്ന് നോക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. I love you all guys.